13-ാം വളവിലെ പെൺകുട്ടി. രചന സ്മിത രാജൻ പാല. അവതരണം ജോ വർഗീസ്. നമസ്കാരം. ഈ കഥയും ഇതിലെ കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആരുമായും യാതൊരു ബന്ധവുമില്ല. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദർച്ഛികം മാത്രം. ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ഒരു ടൂറിസ്റ്റ് ബസ്സായിരുന്നു അത്. അവിടെ കർണാടകയിൽ MBBS പഠിക്കുന്ന കുട്ടികളുമായി കുമരകത്തേക്കാണ് അവരുടെ യാത്ര. കേരളത്തിലേക്ക് വന്നുകൊണ്ടിരുന്നപ്പോൾ വിജനമായ ഒരു റോഡിൽ വെച്ചാണ് അവർ വിസ്മയെ കണ്ടത്. 10 ദിവസത്തെ വെക്കേഷന് നാട്ടിലേക്ക് വരികയായിരുന്നു അവൾ. വന്ന വണ്ടി വഴിയിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയി. അതിലുണ്ടായിരുന്നവരെല്ലാം പല വഴിക്ക് പോയി. ആ ബസ്സിലെ ഡ്രൈവർ തന്നെയാണ് മറ്റൊരു വണ്ടി പിടിച്ച് എല്ലാവരെയും അടുത്ത സ്റ്റാൻഡിലേക്ക് അയച്ചത്. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് കോട്ടയത്തേക്ക് ഡയറക്റ്റ് ബസ് ഇല്ല എന്ന്. പെട്ടെന്ന് പ്രഖ്യാപിച്ച അവധി ആയിരുന്നത് കൊണ്ട് തന്നെ ബുക്ക് ചെയ്യുവാനും സാധിച്ചില്ല. വീട്ടിൽ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വിളിച്ചു പറയാനും നിന്നില്ല. പിന്നെ പാലക്കാട്ട് വരെയുള്ള ഒരു ബസ്സിൽ ആദ്യം കയറി. പാപി ചെല്ലുന്നിടം പാതാളം എന്ന് പറയുന്നത് പോലെ ആ വണ്ടി ഒരു ആംബുലൻസിൽ ഇടിച്ചു. ആംബുലൻസ് 2 തവണ മറിഞ്ഞു. ബസ് എവിടെയോ ഇടിച്ചു നിന്നു. പിന്നെ സൈഡിലേക്ക് മറിഞ്ഞു. താൻ പുറത്തേക്ക് തെറിച്ചുപോയി. ആരോ രക്ഷിച്ചതുപോലെയായിരുന്നു. പുല്ലിൻ്റെ മുകളിൽ ഒരു പരിക്കും പറ്റാതെ ഞാൻ വീണു. എന്താണ് ചെയ്യേണ്ടത് എന്നുപോലും ആദ്യം മനസ്സിലായില്ല. പോലീസും ബഹളവും. അതിനിടയിലൂടെ ആരും കാണാതെ മുമ്പോട്ടുള്ള വഴിയിലൂടെ നടന്നു. ബാഗ് എവിടെയാണെന്ന് കൂടി അറിയില്ല. നേരം സന്ധ്യയായി തുടങ്ങി. കയ്യിലാണെ ക്യാഷും ഉണ്ടായിരുന്നില്ല. വീട്ടിലേക്ക് വിളിക്കാൻ ഫോണുമില്ല. കരഞ്ഞുകൊണ്ടാണ് വഴിയിലൂടെ നടന്നത്. പെട്ടെന്നാണ് ഈ ടൂറിസ്റ്റ് ബസ് അതിലെ വരുന്നത്. വഴിയുടെ നടുക്ക് കയറി നിന്ന് കൈ ഉയർത്തി കാണിച്ച ഡ്രൈവറുടെ കാലും കൈയും പിടിച്ചാണ് അകത്തേക്ക് കയറിയത്. അദ്ദേഹം ഒരു മലയാളിയായിരുന്നു. ഏതോ ഒരു കുട്ടിക്ക് ടൂറിന് വരാൻ സാധിക്കാതിരുന്നതുകൊണ്ട് ആ സീറ്റ് ഒഴിവുണ്ടായിരുന്നു. അതിലാണ് തനിക്കിരിക്കാൻ പറ്റിയത്. എല്ലാം ഒരു നിമിത്തം പോലെ അവൾക്ക് തോന്നി. വീട്ടിലെത്തിയിട്ട് ഡ്രൈവറുടെ അക്കൗണ്ടിലോട്ട് ഗൂഗിൾ പേ ചെയ്യാം എന്നാണ് പറഞ്ഞിരുന്നത്. ഡ്രൈവറുടെ ഫോണിൽ നിന്ന് വിവിച്ചേട്ടൻ്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നു. പക്ഷേ ഫോൺ എടുത്തില്ല. വെല്ലോ സ്ഥലത്തും കിറങ്ങിക്കിടക്കുകയായിരിക്കും. പപ്പയുടെയും അമ്മയുടെയും ഫോണിലേക്ക് വിളിച്ചു. അതിലേക്ക് പക്ഷേ കോൾ പോകുന്നില്ല. ഒടുവിൽ ഒരു കൂട്ടുകാരിയെ വിളിച്ചിട്ട് ഡ്രൈവറുടെ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷമാണ് ഒന്നുറങ്ങിയത് തന്നെ. പെട്ടെന്ന് ആരോ വിളിച്ചുണർത്തിയതുപോലെ അവൾ കണ്ണുകൾ തുറന്നു. തനിക്കിറങ്ങാനുള്ള സ്ഥലമായി എന്ന് ആരോ പറയുന്നത് പോലെ അവൾ പെട്ടെന്ന് എഴുന്നേറ്റു. ഒന്നും കാണാൻ പറ്റുന്നില്ല. പുറത്ത് കൂരിരുട്ടാണ്. ഹലോ ചേട്ടാ, എനിക്കിവിടെ ഇറങ്ങണം. എൻ്റെ സ്ഥലം എത്തി, ഒന്ന് നിർത്തുമോ പ്ലീസ്? അവൾ ഉറക്കെ വിളിച്ചു ചോദിച്ചു. അതിലുണ്ടായിരുന്ന മിക്കവരും ആ സമയം നല്ല ഉറക്കത്തിലായിരുന്നു. ഈ സമയത്ത് ഇവിടെ ഇറങ്ങിയിട്ട് നീ എന്ത് ചെയ്യാനാ? നിന്റെ വീട്ടുകാർ ഫോൺ എടുത്തില്ലല്ലോ. വീട്ടിലേക്ക് ഇനി നീ എങ്ങനെ പോകും? ബസ് 13-ാം വളവിലേക്ക് പ്രവേശിച്ചിരുന്നു. പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയതുപോലെ ബസ് സഡൻ ബ്രേക്ക് ഇട്ട് നിന്നു. ബസ്സിൻ്റെ അരികിലേക്ക് ഒരു പെൺകുട്ടി നടന്നു വന്നു. ആ ഇരുട്ടത്ത് അവളുടെ കണ്ണുകൾ തിളങ്ങുന്നത് പോലെ ആ ഡ്രൈവർക്ക് തോന്നി. ഇതുപോലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പെൺകുട്ടി എങ്ങനെ വന്നു എന്ന് ഡ്രൈവർ ചിന്തിച്ചു. കാരണം അവൾ തനിച്ചായിരുന്നു. ചുറ്റിലും ഇരുട്ടാണ്. അവളുടെ കണ്ണുകൾ മാത്രം തിളങ്ങുന്നതായി കാണാം. വിസ്മയ്ക്ക് അല്പം പോലും ഭയം തോന്നിയില്ല. അവളെ കാത്തെന്നതുപോലെ പെൺകുട്ടി ബസ്സിൻ്റെ അരികിൽ നിന്നു. ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് വിസ്മയ അവളെ കണ്ടത് തന്നെ. ഇതാരാണ്? ഇനി തൻ്റെ കൂട്ടുകാരി വീട്ടിലോട്ട് വല്ലതും വിളിച്ചു പറഞ്ഞു കാണുമോ? അവൾ ഇറങ്ങിയതിന് ശേഷം ഡ്രൈവർ വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കിയെങ്കിലും അതിന് കഴിഞ്ഞില്ല.
പെട്ടെന്ന് മിന്നൽ പോലെ ഒരു പ്രകാശം അവിടെ പരന്നു. ആ പ്രകാശത്തിൽ ഡ്രൈവർ ആ പെൺകുട്ടിയെ അവ്യക്തമായി കണ്ടു. അവളുടെ കാലുകൾ നിലത്ത് മുട്ടുന്നുണ്ടായിരുന്നില്ല. ഡ്രൈവർ ഭയചകിതനായി അവളെ തന്നെ ഉറ്റുനോക്കിയിരിക്കുകയാണ്. അയാൾക്ക് ശബ്ദിക്കാൻ കഴിയുന്നില്ല. ഇടത് കൈ ഗിയറിലും വലത് കൈ സ്റ്റിയറിംഗിലും ഇരിക്കുകയാണ്. പക്ഷേ കൈയൊന്ന് ചലിപ്പിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയുന്നില്ല. വിസ്മയ അത്യധികം സന്തോഷത്തോടെ ആ പെൺകുട്ടിയെ നോക്കി പുഞ്ചിരിച്ചു. അല്ല, നീ ബസ്സിൽ കയറാനുള്ളതാണോ അതോ ഈ നാട്ടുകാരിയാണോ? നിന്റെ സ്ഥലം ഏതാണ്? നീ പേടിക്കണ്ട, ഞാൻ നിന്റെ വീടിന്റെ മുന്നിലൂടെയാണ് പോകുന്നത്. ഇതിനു മുമ്പ് വന്ന ബസ്സിലാണ് ഞാനും വന്നത്. എനിക്കും ഇറങ്ങേണ്ട സ്ഥലം ഇതായിരുന്നു. പേടി കാരണം ഇവിടെ നിന്നതാണ്. എന്താ തന്റെ പേര്? എവിടെയാ പഠിക്കുന്നത്? വിസ്മയ ചോദിച്ചു. എൻ്റെ പേര് ചിരഞ്ജിയ. ചീരു എന്നാണ് വിളിക്കാറ്. അങ്ങനെ വിളിച്ചാൽ മതി. തൽക്കാലം പേര് മാത്രം അറിഞ്ഞാൽ പോരെ. നമുക്ക് കുറച്ച് നാട്ടു വർത്തമാനം പറഞ്ഞങ്ങ് പോയാലോ? ഞാനേ ശരിക്കും പെട്ടുപോയി എന്ന് തന്നെ പറയാം. തന്നെ കണ്ടതുകൊണ്ടാ ദേ ഇപ്പൊ ശ്വാസം നേരെ വീണത് തന്നെ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സമയത്ത് ഇവിടെ വന്നിറങ്ങി ഞാൻ എന്തു ചെയ്യുമായിരുന്നു? മിക്കവാറും TV-യിൽ നാളെ എൻ്റെ ഫ്ലാഷ് ന്യൂസ് കണ്ടേനെ. ഹൃദയസ്തംഭനം മൂലം പെൺകുട്ടി മരിച്ചു എന്ന് വിസ്മയ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് അവൾ ബസ്സിലേക്ക് ശ്രദ്ധിച്ചത്. അത് ഓഫായി കിടക്കുകയാണ്. ഇതെന്താ ഈ ബസ് പോവാത്തെ? നമ്മൾ പോയിട്ട് പോകാമെന്ന് വിചാരിച്ചാണെന്ന് തോന്നുന്നു. ചീരു ഒരു ചെറു പുഞ്ചിരിയോടെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. പിന്നെ വിസ്മയുടെ കൈയും പിടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നടന്നു. പെട്ടെന്ന് ബസ്സൊന്നനങ്ങി. ബസ്സിൻ്റെ മുമ്പിലത്തെ ലൈറ്റ് കത്തി. ആ വെട്ടത്തിൽ അവൻ മുമ്പിൽ പോകുന്ന പെൺകുട്ടികളെ കണ്ടു. അപ്പോഴാണ് ചീരു തിരിഞ്ഞു നോക്കിയത് അവൻ കണ്ടത്. അവരുടെ മുഖം കണ്ടിട്ട് ഡ്രൈവറുടെ ശരീരം ആകപ്പാടെ വിറച്ചു. കണ്ണുകൾ തുറച്ച് പുറത്തേക്ക് വരുന്നത് പോലെ വിയർപ്പ് തുള്ളികൾ ശരീരത്തിലൂടെ മത്സരിച്ചൊഴുകുന്നു. അയാൾ നെഞ്ചിൽ കൈകൾ മെല്ലെ അമർത്തി. ചിരഞ്ജിയ അതൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ടേക്ക് തന്നെ നടന്നു. വിസ്മയ ഒരുപാട് കാലമായി പരിചയമുള്ളവരെ പോലെയാണ് സംസാരിക്കുന്നത്. അവളുടെ വീട്ടിലുള്ളവരെയും കൂട്ടുകാരെയും ഒക്കെ പറ്റി പറയുന്നുണ്ട്. ചിരഞ്ജിയ ഇടയ്ക്കിടയ്ക്ക് പിന്നിലേക്ക് നോക്കുന്നുണ്ട്. ഡ്രൈവർ അനക്കമില്ലാതെ പിന്നിലേക്ക് ചരിഞ്ഞ് കിടക്കുന്നതാണ് അവൾ കണ്ടത്. ആ കാഴ്ച അവളുടെ കണ്ണുകളിലെ തിളക്കം കൂട്ടി. കുറേ ദൂരം നടക്കാനുണ്ടായിരുന്നു വിസ്മയുടെ വീട്ടിലേക്ക്. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ കിതയ്ക്കാൻ തുടങ്ങി. ചീരു വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. ഞാൻ മടുത്തു. താര എന്തൊരു നടപ്പാടോ, അതും ഈ വെട്ടവും വെളിച്ചവും ഇല്ലാത്ത വഴിയിലൂടെ. ആകെ കിട്ടുന്നത് ദേ അല്പം നീലാവെളിച്ചം മാത്ര. തൻ്റെ ഫോണൊന്നെടുത്തേ, അതിൽ ടോർച്ച് ഉണ്ടാവൂലേ? എൻ്റെ കയ്യിൽ ഫോണില്ല. എനിക്ക് അതൊന്നും ഇഷ്ടമല്ല. താനേത് നൂറ്റാണ്ടിലാണോ? വിസ്മയ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ചീരു അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ശരിക്കും പറഞ്ഞാ നിന്നെ ദൈവം എനിക്ക് വേണ്ടി അയച്ചതാണ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ പെട്ടുപോയനെ. നാളെ ഏട്ടന്മാരോട് ചെന്ന് പറയണം എൻ്റെ വീരസാഹസിക കഥകൾ. തനിച്ച് രാത്രിയിൽ വന്ന വീരകഥ. നിന്നെ കൂട്ടുകിട്ടിയ കാര്യം ഞാൻ അവസാനേ പറയുള്ളൂ കേട്ടോ. പക്ഷേ ഏത് വീട്ടിലെ കുട്ടിയാണെന്ന് പറയും? അല്ല, നീ ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. അതല്ല, എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടിയാണ് നീ പോകുന്നതെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ എൻ്റെ വീട് നിനക്കറിയാമായിരുന്നോ? എൻ്റെ വീട് അവിടെ നിന്ന് കുറച്ചുകൂടി ദൂരെ പോകണം. നിൻ്റെ ഏട്ടന്മാർക്ക് എന്നെ അറിയാം. അവരോട് ചോദിച്ചാൽ എൻ്റെ വീട് പറഞ്ഞു തരും. ആ, അങ്ങനെ വഴിക്ക് വാ മോളെ. എൻ്റെ ചേട്ടന്മാരുടെ ഫ്രണ്ടാണല്ലേ? ചുമ്മാതല്ല എനിക്ക് കമ്പനി തന്നത്. അല്ല, ആരുടെ കൂടെ നീ പഠിച്ചത്? വിവിയുടെ കൂടെ ആകാൻ വഴിയില്ല. കാരണം അവൻ പെൺകുട്ടികളോട് സംസാരിക്കാറില്ല.
അവനെ ഒരു ലൈനുണ്ടായിരുന്നു. ആ പെണ്ണ് മരിച്ചുപോയി. അന്ന് മുതൽ ആള് ശോകമടിച്ചിരിക്കുകയാണ്. ഏതു നേരവും ഫുള്ളെ തണ്ണീല. മരിച്ചു പോയവര് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ എവിടെ കേൾക്കാൻ? ചീരു മറുപടിയൊന്നും പറഞ്ഞില്ല. പെട്ടെന്ന് കാറ്റ് വീശി. നല്ല തണുത്ത കാറ്റ്. അവൾക്ക് വല്ലാതെ വിറയ്ക്കാൻ തുടങ്ങി. ദാ വീടാവാറായി, ദേ വീടാവാറായി. ഭാഗ്യം പുറത്ത് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. നീ നാളെ പോയാൽ മതി കേട്ടോ. ഇന്ന് എൻ്റെ മുറിയിൽ കൂടാ. തനിച്ച് പോവണ്ടെന്നേ. വീട് കണ്ടപ്പോൾ അവൾ വേഗം മുന്നോട്ടേക്ക് ഓടി. ചീരു മറുപടി പറയാത്തതുകൊണ്ട് വിസ്മയെ തിരിഞ്ഞു നോക്കി. പക്ഷേ പിന്നിലാരും ഉണ്ടായിരുന്നില്ല. അവൾ വീണ്ടും ചുറ്റിലും നോക്കി. കാറ്റിൻ്റെ ശക്തി കൂടിക്കൂടി വന്നു. അവളെ വല്ലാതെ വിറയ്ക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു ഭയം അവളിൽ നിറഞ്ഞു വന്നു. ആ വിറയൽ കാര്യമാക്കാതെ അവൾ മുന്നോട്ടേക്ക് ഓടി. പേടി കാരണം അവൾ തിരിഞ്ഞു നോക്കിയതേയില്ല. ഗേറ്റിൽ ചെന്ന് പിടിച്ചിട്ടാണ് അവൾ തിരിഞ്ഞു നോക്കിയത്. അവൾ ഓടി വന്ന സ്ഥലത്ത് ഒരു പട്ടി നിൽപ്പുണ്ടായിരുന്നു. ശരീരം തളരുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ ഗേറ്റിൽ ശക്തിയായി തട്ടി. എത്ര ശ്രമിച്ചിട്ടും ഗേറ്റ് തുറക്കാൻ സാധിക്കുന്നില്ല. എങ്ങനെയൊക്കെയോ ഗേറ്റ് തുറന്നു. പിന്നെ വേഗം സിറ്റ് ഔട്ടിലേക്ക് കയറി കോളിംഗ് ബെല്ലിൽ വിരലുകൾ അമർത്തിപ്പിടിച്ചു.